ഇടവേളയ്ക്ക് ശേഷം ആര്യാടൻ ഹൗസിൽ വീണ്ടും ഒരു MLA. നിലമ്പൂരിന്റെ സ്വന്തം ബാപ്പുട്ടിയായ ആര്യാടൻ ഷൗക്കത്തിന് മിന്നുന്ന ജയം. 11,077 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് LDFിലെ M സ്വരാജിനെ തറ പറ്റിച്ചത്. വോട്ടെണ്ണലിന്റെ തുടക്കം മുതൽ ലീഡ് നിലനിർത്തിയ UDF സ്ഥാനാർത്ഥിക്ക് ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. ആദ്യം വോട്ടെണ്ണിയ വഴിക്കടവ് പഞ്ചായത്തിലെ ലീഡിലായിരുന്നു ഷൗക്കത്തിന്റെ തേരോട്ടത്തിന്റെ തുടക്കം. എങ്കിലും പ്രതീക്ഷിച്ച ലീഡ് ലഭിക്കാത്തത് UDF ക്യാമ്പിനെ അല്പം നിരാശയിലാഴ്ത്തി. പിന്നീട് LDF തട്ടകങ്ങളിലടക്കം UDF കരുത്തുകാട്ടി മുന്നേറി. മൂത്തേടത്തും എടക്കരയിലും UDF നേട്ടമുണ്ടാക്കി. LDF സ്ഥാനാർത്ഥി M സ്വരാജ് സ്വന്തം പഞ്ചായത്തിൽ പോലും പിന്നോട്ടു പോയത് നേതൃത്വത്തെ അമ്പരപ്പിച്ചു. ഇവിടെ ആര്യാടൻ ഷൗക്കത്തിന് 425 വോട്ടാണ് ലീഡ്. കഴിഞ്ഞ തവണ 506 വോട്ടിന് LDF ലീഡ് ചെയ്തിരുന്നു. പഞ്ചായത്ത് ഭരിക്കുന്നതും LDF ആണ്. അതേസമയം ഭരണവിരുദ്ധ വികാരമെന്ന് പറയാനാകില്ലെന്ന് M സ്വരാജ് പ്രതികരിച്ചു. പരാജയം പരിശോധിച്ച് ആവശ്യമായ നിലപാടുകൾ അംഗീകരിച്ച് മുന്നോട്ടു പോകും. തിരുത്തൽ ആവശ്യമെങ്കിൽ തിരുത്തുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. നിങ്ങൾ എനിക്ക് അങ്ങോട്ട് ചോദിക്കാറ് ഭരണവിരുദ്ധ ഒറ്റ ഒരു കാര്യം, ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നുവെങ്കിൽ, അതായത് ഭരണത്തിനെതിരായിട്ടുള്ള ജനങ്ങളുടെ വികാരം ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ രാഷ്ട്രീയ അടിത്തറ ചോരണം. മാത്രമല്ല UDFിൻ്റെ അടിത്തറ വിപുലപ്പെടുത്തണം. രണ്ടും സാധിച്ചില്ലല്ലോ. അവർക്ക് അവരുടെ വോട്ടിനെ നിലനിർത്താൻ വോട്ട് നിലനിർത്തിയ അതിലേക്കെങ്കിലും എത്താൻ സാധിച്ചത് ജമാഅത്ത് ഇസ്ലാമിൻ്റെയും അതുപോലെ തന്നെ SDP ഉൾപ്പെടെയുള്ള ഈ പറഞ്ഞ എല്ലാ വിഭാഗത്തിൻ്റെയും വോട്ട് ചേർത്തിട്ടാണ്. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും എല്ലാം ചേർന്ന് ഉപയോഗിച്ചിട്ടാണ് അവർക്ക് സാധിച്ചത്. എന്നിട്ടും അവർക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ വോട്ട് കിട്ടിയില്ല. തോറ്റ സമയത്തുള്ള വോട്ട് പോലും കിട്ടിയില്ല. പിന്നെ ഈ ഗവൺമെൻറ് വിരുദ്ധ വികാരമാണ് എന്ന് പറയുന്നതിൽ എന്ത് കാര്യമുള്ളത്? പറയുന്ന ഒരു സമാധാനം എന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒരു കാര്യവും അതിനില്ല. ഞാനത് ഗുണം ചെയ്യാനോ ദോഷം ചെയ്യാനോ ഉള്ള ഒരു പ്രയോഗമായിട്ട് പറഞ്ഞതല്ല, അത്രയേ ഉള്ളൂ. ഒരു ചരിത്രം പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഒരു ചരിത്രത്തിന്റെ കാര്യം പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഒരു എഫക്റ്റ് ഉണ്ടാക്കി. എന്നാൽ ഒരു വശത്ത് വോട്ടു കണക്കിൽ PV അൻവർ കരുത്തുകാട്ടി. UDF ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് പിടിക്കാൻ അൻവറിനായി. ജയപ്രഖ്യാപനം വരും മുൻപ് തന്നെ UDF ക്യാമ്പുകളിൽ വിജയാഘോഷം തുടങ്ങിയിരുന്നു. KPCC ആസ്ഥാനത്തും വിജയാഘോഷം നടന്നു. 2026-ൽ UDF കൊടുങ്കാറ്റായി തിരിച്ചുവരുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. തിരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം പ്രതിഫലിച്ചുവെന്ന് മുസ്ലിം ലീഗ് അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങളും പറഞ്ഞു. ഭരണവിരുദ്ധ വികാരം അത് വളരെയേറെ പ്രതിഫലിക്കുന്നുണ്ട് ഈ റിസൾട്ടിൽ. ഐക്യ ജനാധിപത്യ മുന്നണി അവിടെ രാഷ്ട്രീയം മാത്രമാണ് പറഞ്ഞത്. മറ്റുള്ളവർ മറ്റു പലതും പറഞ്ഞിരുന്നു, പക്ഷെ അതൊന്നോട് ഏശാൻ പോകുന്നില്ല എന്നുള്ളത് ഞാൻ പുതിയ ട്രെൻഡ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. CCN മലപ്പുറം.